എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ലോറൻസ് ഫോഴ്സ്, ബയോട്ട്-സാവാർട്ട്സ് ലോ, ഫോഴ്സ് ബിറ്റ്വീൻ പാരലൽ കണ്ടക്ടേഴ്സ്, ടോർക്ക് ആക്ടിംഗ് ഓൺ എ ലൂപ്പ്, ആംപെയേഴ്സ് സർക്യൂട്ടൽ തിയറം, മൂവിങ് കോയിൽ ഗാൽവാനോമീറ്റർ ആൻഡ് സൈക്ലോട്രോൺ. ഈ 7 ടോപ്പിക്സാണ് ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ലോറൻസ് ഫോഴ്സ്. ലോറൻസ് ഫോഴ്സ് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ മൂവിങ് ചാർജ് ക്യൂ ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഒരു മൂവ് ചെയ്യണ ചാർജും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ത് ലോറൻസ് ഫോഴ്സ്. വേറെ രീതിയിൽ പറയാന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഒരു ചാർജ് മൂവ് ചെയ്യുന്നുണ്ട്, അതുമ്മേ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ത് ലോറൻസ് ഫോഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജ് മൂവ് ചെയ്യുന്നുണ്ട്, ആ ചാർജും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് ഇവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമുക്കിങ്ങനെ വരയ്ക്കാം. അത് ഇ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതിലൊരു ചാർജ് ക്യൂ ഉണ്ട്, അതിൻ്റെ വെലോസിറ്റിയാണ് വി, അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് വി. ഇനി ഈ ചാർജും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത് എഫ് ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. ഇയും എഫും വെക്റ്ററാണ്. ഇതാണ് ഇതും ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് നമുക്കിത് കണ്ടുപിടിക്കേണ്ടത്. ഈ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഈ ചാർജ് ക്യൂം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ പൊളാരിറ്റീനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ക്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ അതും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് along the direction of ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അതായത് ക്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇയുടെ അതേ ഡയറക്ഷനിലായിരിക്കും ഇതും ആക്ട് ചെയ്യുന്ന ഫോഴ്സും. ഇനി ക്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അതും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ് ഇ. അതായത് ക്യൂ നെഗറ്റീവ് ആണെങ്കിൽ അതും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇതാണ് ലോറൻസ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ മൂവിങ് ചാർജ് ക്യൂ ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ലോറൻസ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ മൂവിങ് ചാർജ് ക്യൂ ഡ്യൂ ടു മാഗ്നറ്റിക് ഫീൽഡ് ബി. ഈ മാഗ്നറ്റിക് ഫീൽഡ് ബി നമുക്ക് ആദ്യം വരയ്ക്കാം. ബി എന്ന് ഡിനോട്ട് ചെയ്യാം, ബി വെക്ടർ. അപ്പം ഇതിലൊരു ചാർജ് ക്യൂ ഉണ്ട്, ആ ക്യൂവിൻ്റെ വെക്ടർ അതായത് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും, ബിയുടെ അതേ ഡയറക്ഷനിലേക്ക്. ഇനി ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുക. ഇനി ചാർജ് ക്യൂം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വെലോസിറ്റി വിക്കും മാഗ്നറ്റിക് ഫീൽഡ് ബിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇതിങ്ങനെ വരും എഫ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഈ ചാർജ് ക്യൂം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എഫ് ബി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ആയിരിക്കും. വി ക്രോസ് ബി എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിയും വെലോസിറ്റി വിയും മാഗ്നറ്റിക് ഫീൽഡ് ബിയും പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കാനാണ് നമ്മൾ ഈ ക്രോസ് പ്രൊഡക്റ്റ് കാണിക്കുന്നത്. ആ വെലോസിറ്റിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡിനും ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ക്യൂ ചാർജ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അത് നമുക്ക് ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് ശരിക്കും കാണിച്ചു തരുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരമാണ്. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്താണെന്നാണ് പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് തമ്പ് ഓഫ് ദി റൈറ്റ് ഹാൻഡ് പോയിന്റ്സ് along the direction of current, then the remaining curled fingers of same hand gives the direction of magnetic field due to the current. അതായത് നമ്മൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ കൺസിഡർ ചെയ്യുക, അതുകൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് ഈ ഡയറക്ഷനിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൽ തമ്പാണ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡാണ് ബാക്കി 4 ഫിംഗേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ തമ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇൻ ടു ദ പേപ്പർ അല്ലെങ്കിൽ എന്തായിരിക്കും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഇൻ ടു ദ പേപ്പർ അല്ല, ഇപ്പോൾ ഈ പേപ്പർ വെച്ച് നോക്കാൻ വെച്ചാൽ ഇൻ ടു ദ പേപ്പർ ആയിരിക്കും. ഈ കേസിൽ ഇൻ ടു ദ പേപ്പർ ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇനി
ഇതേപോലെ തന്നെ വേറൊരു കണ്ടക്ടർ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് കറണ്ട് പോകുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും കറണ്ട് പോണത് അല്ലേ? അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പറയുന്നത് ഔട്ട് ഓഫ് ദ പേപ്പർ അല്ലെങ്കിൽ എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഔട്ട് ഓഫ് ദി പേപ്പർ ഓർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലോറൻസ് ഫോഴ്സിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.